ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ദുബായിലുള്ള അടിപൊളി ഒരു മാളായ ഇബ്നു ബത്തൂത്ത മാളിലാണ് പോകുന്നത് അല്ലേ. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു ശ്രീലങ്കൻ ഫ്രണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ എന്ത് നിങ്ങളാ അവിടുത്തെ ഇത് പറയുന്നത് എങ്ങനെ, നിങ്ങൾ വന്നത് എങ്ങനെ? මේක ඇවිල්ලා දුබයි වල ඇවිල්ලා ඉබුණු බතුතයිකේ මෝල් ඉබුණු බතුතා කියන නගරේ shopping mall එකක් මේක නිර්මාණය කරලා තියෙන ඇවිල්ලා චයිනා ඒ කියන්නේ ඒගොල්ලන්ගේ විදියට තමයි මේක නිර්මාණය වෙලා තියෙන්නේ මේක. അപ്പോൾ നല്ല ഇത് കണ്ടാ ഗൈസ്, നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലേ. ഇത് ചൈന കോട്ട്, അക്കാലത്തെ ഏറ്റവും വലിയ കപ്പൽ എന്നാണ് ഇത് വിശേഷിപ്പിക്കുന്നത്. നല്ല മനോഹരമായ കാഴ്ചയും പിന്നെ വെള്ളത്തിൻ്റെ ആ സൗണ്ടും ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്ത വിഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ. මේක ඇවිල්ලා මේ ඇවිල්ලා මේ shopping mall එකේ මේ හරිය ඇවිල්ලා තින්නේ ඔක්කොම මේවා මේ කෑම කන මේ තැන් තින්නේ. അപ്പോൾ നല്ല ഇത് കണ്ടാ ഗൈസ്, നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലേ. ඔව් මේක මෙතන ආවම මේ පොඩක් කියන්නේ ඇස්වලට මාර මේක. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്തെന്നാൽ UAE ഏറ്റവും വലിയ തീം ഷോപ്പിംഗ് സെൻറ്റർ. 14-ാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ യാത്രകളെ ജീവന തുല്യം സ്നേഹിക്കുന്ന വലിയൊരു പണ്ഡിതനായ ഇബ്നു ബത്തൂത്തയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു ഉരുളൻ കല്ല് പോലത്തെ ഒരു കല്ല് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പഴയകാല ഓർമ്മിപ്പിക്കുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും പഴയ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈസ് ഓൾവേസ് ഫ്രൈഡേ. അപ്പോൾ ഇവിടുത്തെ ഒരു മുകളിലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ആകാശത്തിൻ്റെ ഒരു മോഡലാണ്. തൻ്റെ യാത്രകളിൽ സന്ദർശിച്ച വ്യത്യസ്തമായ സാംസ്കാരികങ്ങളും പ്രദേശങ്ങളും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് മാളിൻ്റെ അകങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അദ്ദേഹം സന്ദർശിച്ച ഓരോ രാജ്യങ്ങളെ ചുറ്റിപ്പറ്റിയും ഇപ്പോൾ ഇതിൻ്റെ ഓരോ രാജ്യത്തിൻ്റെ തനതായ കാഴ്ചകളെപ്പറ്റിയും നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടാതെ ഒട്ടനവധി കാഴ്ചകളും ഇവിടുത്തെ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരമായ ലൈറ്റാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ഒരു വിളക്ക് തന്നെ പറയാം അല്ലേ. ස්දවලට බලන්නකොට මේ ලයිට් එකම මේ හරියට ඇස්වලට හරියට ලස්සනයි මේ බලනකොට මේවා. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുക നല്ല വാട്ടർ ഫാൾസ് പോലത്തെ ഒരു സ്റ്റേജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ചൈന കോട്ടിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അക്കാലത്തെ ഏറ്റവും വലിയ കപ്പൽ എന്നുകൂടി തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നു. മാർക്കറ്റുകളാണ്, ഓരോ ഫ്ലൈ ഐറ്റങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വുഡ് ബോട്ടാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചൈന കോർട്ടിൻ്റെ അകംവശമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ല മനോഹരമായ ലൈറ്റുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇബ്നു ബത്തൂത്ത മാളിൻ്റെ അകത്ത് മനോഹരമായ ഒരു പ്ലേസാണ് ചൈന കോർട്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് വ്യത്യസ്ത കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫുഡ് കോർട്ടാണ്, ഓരോ കൺട്രിയുടെ ഫുഡ് കോർട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻ ഫുഡ് കോർട്ടാണ്. അതുപോലത്തെ ചൈന ഫുഡ് കോർട്ട്, പിന്നെ ഇന്ത്യ ഫുഡ് കോർട്ട്, അതുപോലത്തെ ഒരുപാട് വ്യത്യസ്ത എല്ലാ കൺട്രിയുടെയും ഫുഡ് കോർട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയും. കാര്യങ്ങൾ എല്ലാ ഷോപ്പിങ്ങുകളും ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കൂടിയാണ് ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകതയും. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഈജിപ്ഷ്യൻ ഫുഡ് കോർട്ടിലാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ ഫുഡ് കോർട്ട്സിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇത് ഈജിപ്ഷ്യൻ ഫുഡ് കോർട്ട്സിൻ്റെ കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. දැන් අපි මේ ඔක්කොම වැලු ඇවිල්ලා මේ දැන් මේක ඇවිල්ලා ඔක්කොම රටවල් වල තියෙන එක එක කෑම වේල මේ කෑම කන තැන්. കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഇവിടുത്തെ. അപ്പം അടുത്ത് നമുക്ക് പോകാൻ പോകുന്നത് പാരീസ് കോർട്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അടുത്ത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് പാരീസ് കോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. പാരീസ് കോർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ കാര്യങ്ങളും, പിന്നെ അവിടുത്തെ ഓരോ ചിത്രപ്പണികളും, അതുപോലത്തെ ഒരുപാട് വ്യത്യസ്ത കാഴ്ചകൾ കൂടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഓരോ കൺട്രിയിലുള്ള ഫുഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ നാഷണാലിറ്റിയിലുള്ള ഈ കൺട്രിയിലുള്ള ഫുഡാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാർബക്സിൻ്റെ കോഫി ഷോപ്പുകളൊക്കെ അവൈലബിളായി നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ടുണീഷ്യ കോർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ അടുത്തായി നമുക്ക് കാരിഫോറും കൂടെ കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരമായ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പാക്ക് ഇതുകൾ കാണാം. പിന്നെ ഫൺ സിറ്റി കാണാം, പിന്നെ ഗെയിം ഷോ. അപ്പോൾ ഇവിടെയും ഒരു വ്യത്യസ്ത കൊത്തുപണികളിലുള്ള മേൽ സീലിംഗ് മുകൾ ഭാഗമാണ് കാണുന്നത്. മുകൾ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു കൊത്തുപണിയാണുള്ളത്. ഇപ്പോൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഇരിക്കാനും പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ ഒരു പറ്റിയ ഒരു സ്ഥലം എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇനിയും അടുത്തൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ വീണ്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ മാളിൽ വന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.